ഇന്ന് നമുക്ക് അതിഥിയായി കിട്ടിയിരിക്കുന്നത് ജാസിയുടെ സ്വന്തം മൊട്ടച്ചിയാണ്. മൊട്ടച്ചിയെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മൊട്ടച്ചിയുടെ അടുത്ത സുഹൃത്താണല്ലോ ജാസി. ഇപ്പൊ എന്താ അലിൻ ജോസ് കൂടെ ഇല്ലേ? ഇല്ല. ഓക്കെ, എന്താണ് ശരിക്കും അലിൻ ജോസിനെ ഡൈവേഴ്സ് ചെയ്തിട്ട് ജാസിയുടെ കൂടെ കൂടാൻ കാരണം? പുറലോകം കാണാതെ കുറച്ച് നാളുകൊണ്ട് കിടക്കുകയായിരുന്നു. പബ്ലിക് വരാനൊന്നും ഇതൊരു നടക്ക് പോണ കേസല്ല. കണ്ടന്റ് ഇല്ലാതെ കിടക്കുകയായിരുന്നു. അപ്പൊ ഒരു സംഭവം അങ്ങ് കിട്ടി വൈറലാവാൻ വേണ്ടിയിട്ട്. ഇത്രയും തെറിവിളി കേട്ടിട്ട് നിങ്ങൾ ആ ജാസിയെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? എന്ത് കാരണം? പിന്നെ എന്തിനാണ് നിങ്ങൾ പിന്നെയും ജാസിയെ താങ്ങി ഇങ്ങനെ നടക്കുന്നത്? വൈറലാവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇപ്പൊ കണ്ടന്റ് ഇല്ല. ജാസി ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ കണ്ടന്റ് ഉണ്ടല്ലോ. അപ്പൊ ജാസി ഇതൊക്കെ കണ്ട് നിങ്ങളെ പൂർണ്ണമായും വിശ്വസിച്ച അവസ്ഥയിലാണുള്ളത് അല്ലെ? അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് ജാസി എല്ലാം തുറന്ന് കാണിച്ചു തരൂലല്ലോ. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി. എന്താണ് മൊട്ടച്ചിക്ക് പറയാനുള്ളത്? ആരും ഒന്നും അംഗീകരിക്കില്ല. മൊട്ടച്ചി, എന്താണ് ഈ സമൂഹം അംഗീകരിക്കേണ്ടതെന്ന് നിങ്ങൾ പറയുന്നത്? ദിവ്യഗർഭം ഉണ്ടായതോ അതോ നാട്ടുകാരോട് മൊത്തം ഓരോ ദിവസങ്ങളായിട്ട് കള്ളം പറയുന്നതോ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഒരു കള്ളം പറയേണ്ടി വന്നു. അതൊക്കെ പോട്ടെ, ജാസി ഹെൽനോസ് പാർട്ടിക്ക് മുമ്പിൽ കർട്ടൻ പൊക്കി കാണിച്ചു, സോറി തുണി മാറ്റി കാണിച്ചു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് എന്താണ് മൊട്ടച്ചിക്ക് പറയാനുള്ളത്? ഈ തുണി പൊക്കി കാണിച്ചു എന്ന് പറയുന്ന വ്യക്തി 2020 മുതൽ ജാസിയുടെ ഫ്രണ്ടാണ്. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. നമ്മുടെ ഹെലൻ ലൈവിൽ വന്നിട്ടുണ്ട്. ഹെലൻ, സംഭവങ്ങളൊക്കെ കേട്ടല്ലോ അല്ലെ? എന്താണ് ഈ കാര്യത്തെ കുറിച്ച് ഹെലന് പറയാനുള്ളത്? എന്നാ എനിക്കുള്ള മനസ്സിലായിട്ടേ, ഇത് നമ്മളെ അലിൻ ജോസ് പെരേരയില്ലേ, മുമ്പേ ഓനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞൊരു പെണ്ണില്ലേ, ഓളാണിത്. ആളുകള് എന്തൊക്കെ കഥയല്ല അടിച്ചിറക്കും. ഓനെ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നടക്കൂലെന്ന് കണ്ടിട്ട് പിന്നെ നമ്മളെ രേണുസുദ്ദീന്റെ ഒപ്പരം കൂടിയിട്ടേ ഓളിപ്പം ജാസിന്റെ ഒപ്പരല്ലേ, മനസ്സിലായിട്ടാളാ? നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്നു. ജാസിയുടെ സർജറി സമയത്ത് നിങ്ങളാണ് ഒപ്പം നിന്നത് എന്ന് പറഞ്ഞു കേൾക്കുന്നു. സർജറി ചെയ്തതിനു ശേഷം ഞാനാണ് ജാസിയുടെ കൂടെ നിന്ന് ഡ്രസ് മാറി എടുക്കുന്നത്. അപ്പൊ ഞാൻ കാണുന്നുണ്ട് അത്. ജാസി അപ്പൊ എല്ലാം കാണിച്ചു തരുമായിരുന്നല്ലേ? എന്നെ കാണിച്ചു തരുന്നില്ല. ഞാനാണ് ജാസിയുടെ കൂടെ നിന്ന് ജാസിയുടെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണം പഞ്ചപ്പ. അതല്ല ഉദ്ദേശം, ഞാൻ കേൾക്കാം. എന്റെ പാർട്ണർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതൊക്കെ പോട്ടെ, ആഷി എങ്ങനെയാണ് മൊട്ടച്ചിയോട്? അങ്ങനെയൊന്നുമില്ല, അറിയും, അത്രേ ഉള്ളൂ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. യു ക്യാരി. ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ. ചോറ് തന്നെയാ. നീ എന്തിനാ ചെയ്തതെന്ന് മാത്രം പറഞ്ഞു.